ബീഹാർ ബീഡി വിവാദത്തിൽ പുകഞ്ഞ കേരളത്തിലെ കോൺഗ്രസ്. വിവാദത്തിൽ മലക്കം മറിഞ്ഞ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വിശദീകരണം. വി.ടി. ബൽറാം രാജിവെച്ചിട്ടില്ലെന്നും ഡിജിറ്റൽ വിഭാഗത്തിന്റെ പദവിയിൽ തുടരുകയാണെന്നും സണ്ണി ജോസഫിന്റെ മലക്കം മറിച്ചിൽ സതീഷിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ്. അതേസമയം കെപിസിസിക്ക് ഡിജിറ്റൽ മീഡിയ വിഭാഗം ഇല്ലെന്ന വി.ഡി. സതീഷിന്റെ വാദം സണ്ണി ജോസഫിന്റെ വിശദീകരണത്തോടെ പൊളിയുകയും ചെയ്തു. നിർഭൻ ചക്രവർത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, ബീഹാർ ബീഡി വിവാദത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാടിൽ നിന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് തിരുത്തി എന്നതാണ്. അദ്ദേഹം പൂർണ്ണമായി മലക്കം പറഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വി.ഡി. സതീശൻ ഉയർത്തിയ സമ്മർദ്ദമാണ്. വി.ടി. ബൽറാമിനെ ഈ ചുമതലയിൽ നിന്ന്, ഡിജിറ്റൽ വിഭാഗത്തിൻ്റെ ചുമതലയിൽ നിന്ന് നീക്കിയിട്ടില്ല, അദ്ദേഹം രാജിവെച്ചിട്ടില്ല എന്ന പുതിയ തിരുത്തൽ നിലപാടാണ് ഇപ്പോൾ സണ്ണി ജോസഫ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ അടൂർ പ്രകാശും സണ്ണി ജോസഫും പറഞ്ഞിരുന്നത് ഡിജിറ്റൽ വിഭാഗത്തിൽ നിന്ന് ഒഴിയുകയാണ്, രാജിവെക്കുകയാണ് വി.ടി. ബൽറാം, അത് പുനഃസംഘടിപ്പിക്കും, പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കും, പിരിച്ചുവിടും. പക്ഷേ അതിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വന്നു കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിന്. സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ വി.ടി. ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് മാറണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു. അതേസമയം കെപിസിസി അധ്യക്ഷന്റെ ഇക്കാര്യത്തിലുള്ള വിശദീകരണ കുറിപ്പ് വന്നതോടുകൂടി കെപിസിസിക്ക് സ്വന്തമായി ഡിജിറ്റൽ വിഭാഗം ഉണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ഇത് വലിയ തിരിച്ചടിയായി. കാരണം ഔദ്യോഗികമായി കെപിസിസിക്ക് ഇങ്ങനെ ഡിജിറ്റൽ വിഭാഗമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞത് അങ്ങനെ തനിക്ക് അറിയില്ല എന്നതാണ്. അതുകൊണ്ട് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം വരെ ഉന്നയിച്ച വാദങ്ങൾ പൂർണ്ണമായി പൊളിയുകയാണ്. ഇക്കാര്യത്തിൽ വി.ഡി. സതീശൻ നടത്തിയ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്ന് പരസ്പര വിരുദ്ധമായിട്ടായിരുന്നു ഇരു നേതാക്കളുടെയും പ്രതികരണം. അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു സോഷ്യൽ മീഡിയ സംവിധാനം കേരളത്തിലെ പാർട്ടിക്കുള്ളതായിട്ട് എനിക്കറിയില്ല. അതെനിക്കറിയാം. കെപിസിസി പ്രസിഡന്റിനോട് നിങ്ങൾ ചോദിക്കണം. എനിക്കറിയില്ല ഇത് ആരാണ് കൊടുത്തത്. കോൺഗ്രസ് പേരിൽ ഒരുപാട് പേര് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇനി കോൺഗ്രസ് വിരുദ്ധരാണോ അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് സംശയം തോന്നുന്ന തരത്തിൽ കോൺഗ്രസ് വിരുദ്ധ വാർത്തകൾ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പേരിലുണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്ന് അത് കെപിസിസി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ കാര്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല, ചുമതല ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് നൽകിയിട്ടില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും? എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വി.ഡി. സതീശൻ വി.ടി. ബൽറാമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഡിജിറ്റൽ വിഭാഗത്തെ തന്നെ തള്ളിപ്പറഞ്ഞത് എന്ന ചർച്ച സജീവമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ പൊടുന്നനെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ വി.ടി. ബൽറാമും ഈ പറയുന്ന വിവാദത്തിൽ പെടുന്നു. സോഷ്യൽ മീഡിയ പൂർണ്ണമായി സതീശന് അനുകൂലമായി മാറ്റി തീർക്കുന്ന രീതിയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി റീൽസിൽ ഇടുന്നു. കോൺഗ്രസിൻ്റെ പവർ ഗ്രൂപ്പിന് അനുകൂലമായി ഈ ഡിജിറ്റൽ വിഭാഗം പ്രവർത്തിക്കുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് വന്നത്. ആ വിവാദത്തിൽ നിന്ന് സ്വയം രക്ഷ നേടുക എന്ന ലക്ഷ്യം കൂടി വി.ഡി. സതീശനുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഇപ്പോൾ നേതാക്കൾ തമ്മിലുള്ള പരസ്പര വിരുദ്ധമായ മറുപടിയിൽ പൊളിയുകയാണ്. അതിനെതിരെ ശക്തമായ നിലപാടുമായി മുൻ ഡിജിറ്റൽ വിഭാഗത്തിന്റെ മേധാവിയും ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് വിട്ട പി സരിനും രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് ഇതിനെ ഡിസോൺ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പക്ഷേ പ്രതിച്ഛായയ്ക്ക് മങ്ങലേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ നിഗമനം കൊണ്ടായിരിക്കാം. പ്രതിപക്ഷ നേതാവ് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും പറയുന്ന സാധനങ്ങളെ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഡിജിറ്റൽ മീഡിയ സെൽ എന്ന് പറയുന്ന കോൺഗ്രസിനകത്തെ സംവിധാനം തന്നെയാണ് പോസ്റ്റർ അടിച്ചും റീൽസ് ഉണ്ടാക്കിയും ഒക്കെ വിതരണം ചെയ്തിരുന്നത്. അപ്പൊ അതിനെ ഇപ്പോ തനിക്ക് അറിയില്ല എന്ന് പറയുന്നതിന്റെ യുക്തി സ്വാഭാവികമായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ്. എന്താണ് അദ്ദേഹത്തിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്ന് ആലോചിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് അദ്ദേഹം ഒറ്റപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ചിന്തയായിരിക്കാം. ഡിജിറ്റൽ മീഡിയനെ മുഴുവനായി ഹൈജാക്ക് ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പരാതി എല്ലായ്പ്പോഴും കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നു. ആ സംവിധാനത്തെ സോഷ്യൽ മീഡിയയിൽ ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റുന്ന വി.ഡി. സതീശൻ തന്നെയാണ് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ പാർട്ടി എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായി പാർട്ടിയുടെ പൊസിഷനിങ് എടുക്കാൻ പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഒരു വിഭാഗത്തെ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പൊരുൾ എന്താണ് എന്ന് അരിയാഹാരം കഴിക്കുന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നിലവിലെ വിവാദങ്ങളിൽ എ.ഐ.സി.സി നേതൃത്വം, പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് വലിയ അതൃപ്തിയിലാണ്. കാരണം ദേശീയ നേതൃത്വത്തെ, കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയാണ് ഈ വിവാദങ്ങൾ വഴിവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശക്തമായ നടപടി വേണം. വിശദീകരണം തേടിയിട്ടുണ്ട്. ഇനി കേരളത്തിലെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന നിലപാട്, അത് സംബന്ധിച്ച നയങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതിനെ സംബന്ധിച്ച് കെപിസിസി ഒരു തരത്തിലുള്ള നയപരമായ തീരുമാനങ്ങളും പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിജിറ്റലായി ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം, ഹൈക്കമാൻഡിൻ്റെ അഭിപ്രായം തേടാൻ
നേടണം എന്ന കർശനമായ താക്കീതാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദത്തിൽ തുടങ്ങി ഈ VT ബൽറാമിൽ എത്തി നിൽക്കുന്ന വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകുന്നു. നേതാക്കളെല്ലാം പല തട്ടിലാകുന്നു. പല നേതാക്കളും പരസ്യമായ അഭിപ്രായം പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിക്കൽ എത്തി നിൽക്കെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോവുകയാണ്. അസിത. ശരി, നിരൂപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകിയത്.